അതായത് പ്രാപഞ്ചികമായ ഊർജ്ജത്തെ നമ്മിലേക്ക് ആവാഹിക്കുന്നു. ആ ഊർജ്ജത്തെ നമ്മളൊരു ചാലകമായി നിന്നുകൊണ്ട് വേറൊരാളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. ഇങ്ങനെ കണ്ണടച്ചിരുന്ന് 3 തവണ ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് നമ്മൾ 3 തവണ പ്രസ് ചെയ്താൽ മതി വിരലുകൾ. ഓട്ടോമാറ്റിക്കലി മൈൻഡ് എന്ത് ചെയ്യുന്നു, ഇത് പ്രസ് ചെയ്തപ്പോൾ എന്ത് അവസ്ഥയാണോ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് അത് തന്നെ റീക്രിയേറ്റ് ചെയ്യും. നമ്മൾ ഒരു ഭ്രൂണം രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? എന്താണ് ഏഞ്ചൽ ഹീലിംഗ്? നമുക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഇഫ് യു വാണ്ട് ടു അൺലീഷ് ദി സീക്രട്ട് ഓഫ് ദി യൂണിവേഴ്സ്, ലേൺ ഇൻ ടേംസ് ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ. അപ്പോൾ മനുഷ്യർക്ക് അറിയാൻ പറ്റാത്ത തലത്തിലുള്ള ഡിമെൻഷൻസ് അഥവാ തലങ്ങളുണ്ട്, പല ഫേസസ് ഉണ്ട്. അതിൽ ഒരു റിലമാണ് ഏഞ്ചലിക് റിലം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങ് വേറെ വീഴാത്തൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു സോൾ കണക്ഷൻ ഒരാൾക്ക് ചെയ്ത് കൊടുത്തു എന്ന് കരുതുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു സോൾ കണക്ഷൻ ചെയ്ത് കൊടുത്താൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നെ ഇവരുടെ ഒരു അപ്ഡേറ്റ് നമുക്കില്ല. ഇവർ ചിലപ്പോൾ ഈ സ്റ്റേജിലൂടെ തന്നെ കടന്നു പോകും. അവസാനം വീട്ടുകാരെല്ലാവരും കൂടി സൈക്കിക് മരുന്നിലോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യും. ഞാനവിടെ ചെയ്യുന്നതിന് അത് അവിടെ ബുദ്ധിപൂർവ്വം ചെയ്യണം നമ്മൾ. അഥവാ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വിടാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ നമ്മൾ ഈ വിളിച്ച സോള് അവരോട് നമ്മൾ ആവശ്യപ്പെടാം. അല്ല, നമ്മൾ സോൾ കട്ട് ചെയ്തു തന്നെ വിചാരിക്കട്ടെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ ഇവരുടെ മെമ്മറി കട്ടാവില്ലല്ലോ, ഇവരുടെ ഇമോഷൻ കട്ടാവില്ല. അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് സോൾ കണക്ഷൻ ഒരു പക്ഷേ നമുക്ക് ആ കോഡ് കട്ട് ചെയ്ത് കളയാം. പക്ഷെ ഇവരെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ട്രോമ ഉണ്ടല്ലോ, ഈ ട്രോമ ഇവരെ നാളെ ഒരിക്കലും രോഗികളാക്കി മാറ്റും. അങ്ങനെയുള്ള സംഭവം. ഭർത്താവ് മരിച്ച ഒരു വ്യക്തി നമ്മളെ സോൾ ഇപ്പോൾ എന്നിലോട്ട് വരുന്ന കേസാണെങ്കിൽ നമ്മൾ ആ കോഡ് കട്ട് ചെയ്തതിന് ശേഷം വിട്ടതിന് ശേഷം പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും മാനസികമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് സ്പിരിച്വൽ ഹീലേഴ്സ് ഉള്ള കാലഘട്ടം. ഇവർ സ്പിരിച്വൽ ആയിട്ട് ഓക്കെയാണ്, പക്ഷെ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എൻ്റെ ഡിഫറെൻറ്റാണ്. സ്പിരിച്വൽ വേറെ, മാനസികാവസ്ഥ വേറെ. കാരണം അവർ ജീവിച്ച ചുറ്റുപാടിലും ജീവിക്കുന്ന സാഹചര്യം മുഴുവൻ ഇപ്പോൾ ഭർത്താവ് മരിച്ചു പോയി, ഒരു ഭാര്യ എന്ന് കരുതുക, നമ്മളെ കോഡ് കട്ട് ചെയ്ത് വിട്ടു, ആ സോളിന് നമ്മൾ കട്ട് ചെയ്ത് പറഞ്ഞു വിട്ടു, ഹാപ്പി ആയിട്ട് വിട്ടു. പക്ഷെ ഈ വൈഫിന് ഉണ്ടാവുന്ന ഒരു ട്രോമ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ, രാത്രി ഉണ്ടാവുന്ന പ്രസൻസ്, സംസാരം, കാര്യങ്ങളെല്ലാം ഇത് പിന്നീട് ഇവരെ കൊണ്ട് എത്തിക്കുന്നത് ഈ പറഞ്ഞ സൈക്കാട്രിക് മെഡിസിനിലോട്ടായിരിക്കും. ഈ മാനസിക മെഡിസിൻ കഴിച്ചാൽ ഒരു അപകടം അറിയാലോ സാറിന്, ഞാൻ പറയണ്ടല്ലോ. പിന്നീട് ഇത് എങ്ങെത്താത്ത രീതിയിൽ ആകെ കോളമായി, ആകെ കിടന്ന് രാത്രിയും പകലും കിടന്ന് ഉറങ്ങി എന്ന് പറയുന്ന ഒരു ഉഷാറില്ലാത്തൊരു അവസ്ഥയിലായിരിക്കും ഇവിടെ ജീവിതം മൊത്തം പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ എന്ത് പറ്റും? കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഫാമിലി നോക്കാൻ പറ്റില്ല, ദൈനംദിന ജീവിതം ആകെ പ്രശ്നം. ഇവിടെ പ്രൊഫഷൻ ഡൗൺ ആവും. ഇത്രയും കാര്യം ഡൗൺ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിപ്രഷൻ സ്റ്റാർട്ട് ആവും. അപ്പൊ പിന്നെ ആ ഡിപ്രഷൻ മാറാൻ വേണ്ടി നടക്കണം. മനസ്സിലായി? അങ്ങനെയാണ്. ഓക്കെ, ഈ പറയുന്ന റൈക്കിയിലെല്ലാം എങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ് എല്ലാം പോകുന്നത്? റൈക്കിയിലും ഇത് തന്നെയാണ്. നമ്മൾ ഒരു ചാലകമായി മാറുകയാണ്. അതായത് പ്രാപഞ്ചികമായ ഊർജ്ജത്തെ നമ്മിലേക്ക് ആവാഹിക്കുന്നു. ആ ഊർജ്ജത്തെ നമ്മളൊരു ചാലകമായി നിന്നുകൊണ്ട് വേറൊരാളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. ഇതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. NLP എങ്ങനെയാണ് ഇതിന് വ്യത്യാസമായിട്ട്? NLP എന്ന് പറയുമ്പോൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അത് കുറച്ച് ആധുനിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് മനസ്സിന് സംഭവിക്കുന്നത് ശരീരത്തെയും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, അത് ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ നല്ല തലവേദന ഉള്ളൊരു സമയത്ത് നമ്മൾക്ക് മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോൾ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പെയിനാണ് നമ്മുടെ ഹെഡ് ഏരിയയിൽ അഥവാ നമ്മളുടെ തലച്ചോറിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വേദന. ഈ വേദന വരുന്ന അവസ്ഥയിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു ഇമോഷനുണ്ട്. ആ ഇമോഷൻ കൂടുതൽ വേസ്റ്റ് ആവും തോറും നമ്മൾ ആ വേദന കൂടി വരുന്നത് കാണാം. ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ന്യൂറോ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് വിത്ത് ബ്രെയിൻ, ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, അതായത് ലാംഗ്വേജ് ഓഫ് ദ ബ്രെയിൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്കൊരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു ചിട്ട് അതിൻ്റെ കൂടെ കാണും. എങ്ങനെയാണ് ഹൗ ടു ഓപ്പറേറ്റ് ദിസ് മെഷീൻ അല്ലെങ്കിൽ ഹൗ ടു ഓപ്പറേറ്റ് ദിസ് എക്യുപ്മെൻ്റ് എന്നുള്ളത്. അതേസമയം നമ്മൾ മനുഷ്യൻ ജനിക്കുമ്പോൾ ബ്രെയിൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആരും പഠിപ്പിച്ചു തരുന്നില്ലല്ലോ. അത് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ശരിക്കും NLP എന്ന് പറയുന്നത്. അതിപ്പോൾ സാധാരണ നോർമൽ ഇൻ്റലിജൻസും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടൊരു അവസ്ഥയിലേക്ക് പോകണം. അപ്പോൾ ജീവിതത്തിൽ മുന്നേ ഏറ്റവും കൂടുതൽ സന്തോഷം വന്നൊരു മുഹൂർത്തത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്നിട്ട് അവരുടെ ശരീരം കൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ഇൻഡെക്സ് ഫിംഗറും തമ്പും ചേർത്തിട്ട് ഒരു 3 തവണ പ്രസ് ചെയ്യുന്നൊരു അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഹിപ്നോട്ടിക് ട്രാൻസിൽ തന്നെ അവരെ സന്തോഷത്തിലെ അവസ്ഥ ഇരിക്കുകയാണ്. അവിടെ നമ്മളിത് ട്രിഗർ ചെയ്ത് കൊടുത്ത് ഇതിനൊരു ആങ്കറായിട്ട് സെറ്റ് ചെയ്താൽ പിന്നീട് ഇവർക്ക് സങ്കടം വരുമ്പോൾ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥ കിട്ടണമെങ്കിൽ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് 3 തവണ ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് നമ്മൾ 3 തവണ പ്രസ് ചെയ്താൽ മതി വിരലുകൾ. ഓട്ടോമാറ്റിക്കലി മൈൻഡ് എന്ത് ചെയ്യുന്നു, ഇത് പ്രസ് ചെയ്തപ്പോൾ എന്ത് അവസ്ഥയാണോ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് അത് തന്നെ റീക്രിയേറ്റ് ചെയ്യും. അങ്ങനെ NLPയിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് ആങ്കറിങ് ഞാൻ പറഞ്ഞത്. അതുപോലെ നമുക്ക് മോഡലിംഗ് ചെയ്യാം. മോഡലിംഗ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നല്ലൊരു കലാകാരനാണ്, മോഹൻലാലിന് ഭയങ്കര ആരാധനയാണ്. അതുപോലെ ഒരു കലാകാരനാവണമെന്ന്, ഒരു ആക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നാടക കലാ അക്കാദമിയിൽ നിന്നെല്ലാം
പഠിച്ചിറങ്ങുന്നു, മീഡിയയിലൊക്കെ വളരെ പ്രശസ്തനായി വരുന്ന ഒരാൾ, അയാൾക്ക് എന്താണോ മോഹൻലാൽ ചെയ്ത് അതുപോലെ തന്നെ മോഡൽ ചെയ്യാൻ പറ്റും. അവരുടെ സ്വഭാവങ്ങളല്ലെങ്കിൽ പോലും അവരുടെ ഏത് രീതിയിൽ അവർ ആക്ട് ചെയ്തു, ഏത് രീതിയിലൂടെയൊക്കെ അവരൊക്കെ ജീവിതത്തിലൂടെ കടന്നുപോയി, ഏത് പുസ്തകങ്ങളാണ് അവർ വായിക്കുന്നത്, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഇപ്പോൾ ബിൽഗേറ്റ്സിനെ പോലെ ആവണോ, യൂസഫ് അലി സാറിനെ പോലെ ആവണോ, അതുപോലെ തന്നെ അവരെന്ത് ചെയ്തോ അതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിലേക്കുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ ആകാനായിട്ട്. അപ്പോൾ അത് മോഡലിംഗ് എന്ന് പറയുന്ന ടെക്നിക്കുണ്ട്. പിന്നെ നമ്മളുടെ ലാംഗ്വേജ്, നമ്മുടെ ധൈര്യത്തെ കൂട്ടാൻ, സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ, പിന്നെ അതുപോലെ തന്നെ ഫിയർ ഫാക്ടർ മാറ്റാൻ, ഗിൽറ്റ് ഫാക്ടർ മാറ്റാൻ ഒക്കെ തന്നെ നമ്മൾക്ക് NLP ഉപയോഗിക്കാം. അത് NLP ഒരു ശാസ്ത്രശാഖയാണ്. അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തൊരു പ്രശ്നങ്ങൾക്കും വരുന്ന ഒരാളുകൾക്കും കൊടുക്കാനുള്ള എല്ലാ അങ്ങയുടെ കയ്യിലുണ്ട്. ധൈര്യമായിട്ട് വരാം അടുത്തോട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പ്രേക്ഷകരുടെ ഡൗട്ട് സുജോക്ക് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവുന്നത്? സുജോക്ക്, അതെ, ഓക്കെ. നമ്മൾ ഒരു ഭ്രൂണം രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? ഒരു ബീജവും ഒരു അണ്ടവും യോജിച്ച് ഒരു ഭ്രൂണത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ബിനോയ് ജോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ശരീരം രൂപം കൊണ്ടത്. പക്ഷേ ഇത് രൂപം കൊണ്ടത് ആദ്യത്തെ ഒരു സെല്ലിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കൈകളിലും കാലുകളിലും ഉണ്ട്. സുജോക്ക് എന്ന് പറഞ്ഞാൽ കൈ, കാല് എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ കൈകളിലും കാലുകളിലും നമ്മളുടെ അവയവങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ നമ്മൾ ഹൃദയത്തിൻ്റെ പോയിന്റ് ഇതാണ്, അല്ലെങ്കിൽ ലങ്സിൻ്റെ പോയിന്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സീഡ് തെറാപ്പി നടത്തുന്നു, അല്ലെങ്കിൽ ഒരു നീഡിലിംഗ് ടെക്നിക്ക് അവിടെ നടത്തുന്നു, അല്ലെങ്കിൽ മാഗ്നറ്റ് തെറാപ്പി നടത്തുന്നു. ഓട്ടോമാറ്റിക്കലി ആ ഊർജം, ആ ഓർഗാൻ, ആ ഒരു അവയവത്തിലേക്ക് പോയിട്ട് അവിടെ ക്യൂർ ആവുകയാണ്. അതാണ് സുജോക്കിൽ ഉപയോഗിക്കുന്നത്. സുജോക്ക് ശരിക്കും പറഞ്ഞാൽ കൊറിയൻ അക്യുപങ്ക്ചർ രീതിയാണ്. അവിടെ നമ്മൾ നീഡിലിംഗ് മാത്രമല്ല ഉപയോഗിക്കുന്നത്, സീഡ് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. അതായത് വിത്തുകൾ ഉപയോഗിച്ചിട്ട് അവിടെ ചികിത്സ നടത്താം. ആ വിത്തിൻ്റെ ഊർജ്ജം എടുത്തിട്ട് ആ ഭാഗത്തെ ഏത് ഭാഗത്താണോ പ്രശ്നമുള്ളത് അതിന് വ്യത്യസ്തമായ വിത്തുകളാണ് ഓരോന്നിനും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെറുപയർ തുടങ്ങി, ഉലുവ തുടങ്ങി, കടുക് മുതൽ, അതുപോലെ മഞ്ചാടിക്കുരു, അതുപോലെ ഓല, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വളരെ പ്രകൃതിയാൽ നിർമ്മിതമായ എന്ത് വസ്തുക്കൾ കൊണ്ടും നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ആ മെത്തേഡാണ് സുജോക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മാഗ്നറ്റ് വെച്ച് ഹീൽ ചെയ്യാം, അങ്ങനെ ചെയ്യാം. പിന്നെ ഇതൊന്നും അല്ലാതെ ട്രയോർജിൻ എന്ന് പറയുന്ന ഒരു ഹയർ ലെവലുണ്ട്. അത് ഈ പറയുന്ന പോലെ ഒരു ഹീലിംഗ് മെത്തേഡാണ് ട്രയോർജിൻ. അതായത് സകല ജീവജാലങ്ങളും വസ്തുക്കളും നിർമ്മിക്കപ്പെട്ട് അറ്റോമിക്, സബ് അറ്റോമിക് തലത്തിലേക്ക് നോക്കുമ്പോൾ ചലിക്കുന്ന തന്മാത്രകളാണ്, അല്ലേ, ആറ്റമാണ്. അങ്ങനെ നോക്കുമ്പോൾ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്ന് പറയുന്ന പോലെ ട്രയോർജിൻ കൺസെപ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് കൊറിയൻ ഒരു പ്രൊഫസറായിട്ടുള്ള പ്രൊഫസർ പാർക്ക് ജേവു എന്ന് പറയുന്ന ഒരാളാണ് ഇതിന് രൂപം കൊടുത്തത്. ഇപ്പോൾ ഒരു കൊറിയൻ അക്യുപങ്ക്ചർ ടെക്നിക്കാണ് സുജോക്ക്. അതും ഇതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള പെയിൻ, മെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെത്തിനും നമുക്കിത് ഉപയോഗിക്കാവുന്ന രീതിയിൽ കളർ തെറാപ്പിയും ഉണ്ട് ഇതിൽ കേട്ടോ. കളർ ഉപയോഗിച്ചിട്ട് നമുക്കിതിനകത്ത് കളർ തെറാപ്പി സെപ്പറേറ്റ് ആണോ അതോ? അല്ല, ഇതിൻ്റെ ഭാഗം തന്നെയാണ് കളർ തെറാപ്പി. ഈ സുജോക്കിൽ തന്നെ കളർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെറാപ്പി നമ്മൾ ചെയ്യാറുണ്ട്. എന്താണ് ഏഞ്ചൽ ഹീലിംഗ്? ഏഞ്ചൽ ഹീലിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞു, നമുക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. തീർച്ചയായിട്ടും ചിലത് മാത്രമാണ് മനുഷ്യൻ്റെ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നായ്ക്കൾക്ക് നമ്മൾക്കല്ലാത്ത ഊർജം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അത് കണ്ടിട്ടാണ് അവർ രാത്രി കുരയ്ക്കുന്നത്. നായകൾ മാത്രമല്ല, ജീവികൾക്ക് ഒരു പ്രത്യേക കഴിവുകളുണ്ട്. പൂച്ചകള്, യെസ്, മുയലുകൾ എല്ലാവർക്കും. ഇപ്പോൾ ഒരു പ്രകൃതി ദുരന്തം വരുമ്പോൾ മനുഷ്യരെയൊക്കെ കൂടുതൽ ആദ്യം അറിയുന്ന ആരാണ്? പക്ഷികളും മൃഗാദികളും ഒക്കെയാണ്. യെസ്, അവിടെയാണ് കടലിലെ ജീവികളും. യെസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബട്ടർഫ്ലൈ എഫക്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു ബട്ടർഫ്ലൈയുടെ ഫ്ലട്ടറിങ് പോലും, ചെറുകടി പോലും, അതുണ്ടാക്കുന്ന തരംഗങ്ങൾ ഈ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഞാൻ ഇതിൻ്റെ ആധാരമായിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, വളരെ പ്രശസ്തനായിരുന്ന എന്നാൽ ലോകം അധികം അറിയാതെ പോയ ഒരു ശാസ്ത്രജ്ഞൻ നിക്കോള ടെസ്ല പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു വാണ്ട് ടു അൺലീഷ് ദി സീക്രട്ട് ഓഫ് ദി യൂണിവേഴ്സ്, ലേൺ ഇൻ ടേംസ് ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഇത് ഞാൻ മലയാളത്തിൽ പറയാം. എന്ത് രഹസ്യം നമുക്കറിയണം ഈ യൂണിവേഴ്സിൻ്റെ അഥവാ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ഊർജം, ആവൃത്തി, തരംഗം, ഇതിനെ ബേസ് ചെയ്തല്ലാതെ ഒന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നില്ല. ഇപ്പോൾ നമ്മളൊരു ക്യാമറ എടുത്താലും ഈ മൈക്ക് എടുത്താലും ഖരാവസ്ഥയിൽ നിലനിൽക്കുന്നെങ്കിലും മൈക്രോ തലത്തിൽ, സൂക്ഷ്മ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്പന്ദിക്കുന്ന തന്മാത്രകളാണ്. അറ്റോമിക്, സബ് അറ്റോമിക് തലത്തിലേക്ക് പോയാൽ ഇത് ചലിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരിക്കലും നമ്മൾ പറയുന്നത് തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറയാൻ കാരണം അതായിരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ കാണുന്നുണ്ടോ? നമ്മൾ ഖരാവസ്ഥയിലാണ് കാണുന്നത്.
പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സൂക്ഷ്മദർശിനിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഈ കയ്യിൽ പോലും ഇപ്പോൾ ബാക്ടീരിയയും കാണാം, അതുപോലെ വൈറസും ഒക്കെ കാണാം. പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. പക്ഷേ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതല്ല. ഈ ലോകത്ത് പല രീതിയിലുള്ള എനർജി ഉണ്ട്. ഇപ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശരീരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ആന്തരിക അവയവങ്ങളെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ആധുനിക ശാസ്ത്രത്തിൽ, മെഡിസിൻ ഫീൽഡിൽ. എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ബയോമാഗ്നറ്റിക്, ബയോ ഇലക്ട്രിക്, ബയോപ്ലാസ്മിക് തലത്തിലുള്ള ഊർജ്ജം നിലനിൽക്കുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് അറ്റ് ഓൾ വിസിബിൾ ടു അവർ സെൽഫ്. നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ജീവികൾക്ക് പലർക്കും ഇതിനെ സെൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഒരു വ്യക്തി സൈക്കിക് മീഡിയമായി മാറുന്ന തലത്തിൽ ഇത്തരം ഊർജത്തെ അറിയാൻ പറ്റുന്ന സെൻസ് അവരിൽ ഓപ്പൺ ആവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സോൾ ആയിക്കോട്ടെ, സോളിൻ്റെ എനർജി ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന വേൾഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വേൾഡാണ്. എന്നാൽ ഒരു ഇന്നർ വേൾഡ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്, വേറൊരു പ്ലെയിനാണത്. നമ്മളുടെ മാനസിക തലത്തിനും അപ്പുറത്ത് നിൽക്കുന്നതാണ്. ഒരു 4th, 5th, 6th, 7th ഡിമെൻഷൻ എന്നൊക്കെ നമ്മൾ പറയും, ഓരോ തലങ്ങൾ. അപ്പോൾ മനുഷ്യർക്ക് അറിയാൻ പറ്റാത്ത തലത്തിലുള്ള ഡിമെൻഷൻസ് അഥവാ തലങ്ങളുണ്ട്, പല ഫേസസ് ഉണ്ട്. അതിൽ ഒരു റിലമാണ് ഏഞ്ചലിക് റിലം എന്ന് പറയുന്നത്. ഏഞ്ചൽസ് എന്ന് പറയുന്നത് അതൊരു മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡാണ്, അഥവാ മെസ്സഞ്ചേഴ്സ് ഇൻ ദി യൂണിവേഴ്സ്. അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളുണ്ട്. അവർ മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ മഹാത്മാ ശംബാല എനർജി ഫീൽഡിൽ 352 മാസ്റ്റേഴ്സിൻ്റെ ഇനീഷ്യേഷന് കിട്ടിയതിന് ശേഷം അതിലിപ്പോൾ മാസ്റ്റർ കുത്തുമിയാണ് ഏഞ്ചൽസിനെ ഭയങ്കരമായിട്ട് കൂടുതൽ ഇടപെട്ട ആൾ. നമ്മൾ മാസ്റ്റർ കുത്തുമിയെ ഇൻവോക്ക് ചെയ്തിട്ട് നമ്മൾ ഏഞ്ചൽ റിലത്തിലേക്ക് നമ്മൾ ഔട്ട് ഓഫ് ബോഡി പോയി കഴിഞ്ഞാൽ ഏഞ്ചൽ റിലത്തിൽ നമ്മൾ കണക്റ്റഡ് ആവും. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പ്രൊട്ടക്ഷൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു സോളിനെ വിളിക്കുന്നു, ഒരു നെഗറ്റീവ് സോളാണെങ്കിൽ നമ്മൾക്ക് ഒരുപക്ഷെ അത് പ്രശ്നം ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചുറ്റും ഒരു സംരക്ഷണ കവചം ഏഞ്ചലിക് റിലത്തിൽ പോയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ എന്താണ്, നമ്മൾ അങ്ങനെ ഒരു ഹീലിംഗ് നടത്തുമ്പോൾ ഒരു എൻറ്റിറ്റിയെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ആ എൻറ്റിറ്റിക്ക് ഒരിക്കലും നമ്മുടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏഞ്ചൽ എന്ന് പറയുന്നത്